നമ്മളെല്ലാം സന്നിഹിതരായിരിക്കുന്നത് മെൻസ് ഇൻഡിപെൻഡൻ്റ് അസോസിയേഷൻ്റെ ഒരു പൊതുയോഗത്തിന് വേണ്ടിയാണ്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ആദിമ മനുഷ്യർക്ക് യാതൊരു വിവേചനമില്ലായിരുന്നു. എന്ത് കിട്ടിയാലും കഴിക്കും, എവിടെ വേണമെങ്കിലും കിടന്നുറങ്ങും. പുരുഷനെന്നോ സ്ത്രീയെന്നോ ഒരു ലിംഗഭേദവും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നാണോ സെറ്റിൽഡ് ലൈഫ് തുടങ്ങി, അങ്ങനെ കാലക്രമേണ വേദങ്ങൾ രചിച്ച കാലത്തും സ്ത്രീകൾക്ക് പുരുഷനോടൊപ്പം തന്നെ തുല്യസ്ഥാനമോ അല്ലെങ്കിൽ ഒരു മടങ്ങ് കൂടുതലോ സ്ഥാനമുണ്ടായിരുന്നു. അതിൻ്റെ തെളിവാണ് ലോപ മുദ്ര എന്ന സ്ത്രീകളായ പണ്ഡിതകൾ. അതുപോലെ തന്നെയാണ് ഒരു യജ്ഞമോ യാഗമോ നടത്തിയാൽ സൈഡിൽ കൂടെ ആരുണ്ടായിരിക്കും, പക്ഷേ ഇരിക്കണമെന്ന് നിർബന്ധമായിരുന്നു. അങ്ങനെ സ്ത്രീകൾക്ക് വളരെയധികം സ്ഥാനമുള്ള ഒരു കാലഘട്ടമായിരുന്നു വേദിക് പീരീഡ് എന്ന് പറഞ്ഞാൽ. പിന്നീട് അത് അങ്ങനെ അധപ്പതനം ഉണ്ടായെന്ന് പറഞ്ഞാൽ പിൽക്കാല വേദകാലത്തോടു കൂടിയാണ്. ആ കാലഘട്ടത്തിലാണ് ഈ ജാതി വ്യവസ്ഥയൊക്കെ ഉടലെടുത്തതും അതോടൊപ്പം സ്ത്രീകൾക്ക് സ്വല്പം വിലകിനരാണല്ലോ, അതുകൊണ്ട് സ്ത്രീകൾക്ക് സമൂഹത്തിലെ സ്ഥാനത്തിന് കുറച്ച് കുറവ് വരികയും, അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് രാമായണം രചിച്ച കാലത്ത് സീതയ്ക്ക് എന്തായിരുന്ന സ്ഥാനം? സീത സ്വയംവരമാണ് നടത്തുന്നത്. അതിൽ തന്നെ അനുമാനിക്കാം എത്ര സ്ഥാനമാണ് ഉണ്ടായിരുന്ന സ്ത്രീകൾക്കെന്ന്. അതല്ല അധപ്പതിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ പിൽക്കാല വേദകാലത്തോടു കൂടിയാണ് അധപ്പതിനം തുടങ്ങിയതും സ്ത്രീകളെ ദുരാചാരങ്ങൾക്ക് പലതിനും വിധേയരാകേണ്ടി വന്നു. ഉദാഹരണമായിട്ട് സതി എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ചിതയിൽ ഭാര്യയും ചാടി മരിക്കണമെന്നായിരുന്നു, അല്ലെങ്കിൽ തള്ളിയിടുമായിരുന്നു. അങ്ങനെയുള്ള ശൈശവ വിവാഹം, വിധവകളെ പുനർവിവാഹത്തിന് അനുവദിക്കാതിരിക്കുക, അങ്ങനെ ഒരുപാട് ദുരാചാരങ്ങൾ നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ഭരണഘടന വരികയും എല്ലാവർക്കും അതിൽ അനുച്ഛേദം 14 പറയുന്നത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ എല്ലാവർക്കും തുല്യസ്ഥാനമാണ് എല്ലാ കാര്യത്തിലും. അതാണ് അനുച്ഛേദം 14 പറയുന്നത്. അതുപോലെ തന്നെയാണ് അതിൽ പാർട്ട് 4 പറയുന്നത് എന്താണ്? ആരാണോ സമൂഹത്തിൽ വീക്കറായിട്ട് അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുന്ന അവരെ ആണ് രക്ഷിക്കേണ്ടതെന്നാണ് നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നത്. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് വരികയും അത് കാലക്രമേണ അത് ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയ ഒരവസ്ഥയായിട്ട് മാറി. അതുകൊണ്ടാണ് ഇതൊരു മെൻസ് ഇൻഡിപെൻഡൻ്റ് അസോസിയേഷൻ എന്നൊരു സംഘടന രൂപീകരിക്കേണ്ടി വന്നതും അതും രൂപീകരിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോയ്സി മാഡം തൃശ്ശൂരിൽ ഇരുന്നുകൊണ്ടാണ്. അത് ഷാജഹാൻ സാറിൻ്റെയും മറ്റുള്ളവരുടെ എല്ലാം പ്രയത്നഫലമായിട്ടാണ് രൂപീകരിച്ചിരിക്കുന്നത്. അതിനും ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന വനിത തന്നെയാണ്. അപ്പം ഇത് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാനായിട്ടുള്ള പ്രധാന കാരണം 13 നിയമങ്ങളിൽ കൂടുതൽ ഇന്ന് നിലനിൽക്കുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ്. പുരുഷന് അവിടെ യാതൊരു മനുഷ്യത്വപരമായിട്ടുള്ള പരിഗണന പോലും ഉണ്ടായിട്ടില്ല. ഉദാഹരണമായിട്ട് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അതായത് ഗാർഹിക പീഡന നിയമം, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഗാർഹിക പീഡന നിയമം 2005 ഗാർഹികം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കുടുംബം അല്ലെങ്കിൽ വീട്ടിലെ പീഡനം എന്നാണ്. പക്ഷേ അതിലാർക്ക് മാത്രമേ ശിക്ഷയും ഇതുള്ള ഭർത്താവിന് മാത്രമേ ഉള്ളൂ. പീഡനം സ്ത്രീകൾക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഭർത്താവിന് പീഡനം നടത്തുന്നത് ഇന്ന് ഒരു നിയമവും പരിഗണിച്ചിട്ടുമില്ല. ഒരിടത്തും അവർക്ക് ഒരു നീതിയും ലഭിക്കുന്നില്ല. അതുതന്നെയാണ് പ്രധാന കാരണം. പുരുഷന്മാർക്കുടെ ആത്മഹത്യ സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഭർത്താക്കന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് ഗാർഹിക പീഡന നിയമം പോലെ തന്നെയാണ് അടുത്തതായിട്ടുള്ള നിയമം IPC-യിലെ 498 അതിൽ പറയുന്നത് ഭർത്താവോ ഭർത്താവിൻ്റെ ബന്ധുക്കളോ ഭാര്യയോടോ ഭാര്യയുടെ വീട്ടുകാരോടോ ക്രൂരമായി പെരുമാറിയാൽ അവരുടെ ശിക്ഷ 3 വർഷത്തെ തടവും അതുപോലെ എന്താ പറയുക ജാമ്യമില്ലാത്ത വകുപ്പാണ് അതിന് നൽകിയിരിക്കുന്നത്. പക്ഷേ അവിടെ എന്താണ് വിവേചനം? പുരുഷൻ്റെ പീഡനത്തിന് ആരും എന്താണ് ശ്രദ്ധ കൽപ്പിക്കാത്തത്? മനുഷ്യരുടെ കൂട്ടത്തിൽ 2 വ്യത്യാസമുള്ളൂ, പുരുഷനെന്നും സ്ത്രീയെന്നും. പക്ഷേ സ്ത്രീക്ക് മാത്രമാണ് എല്ലാ പരിഗണനയും നൽകിയിരിക്കുന്നത്. അത് ഒരു കാലഘട്ടം അതൊരു അത്യാവശ്യമായിരുന്നു. പക്ഷേ ഇന്നത്തെ രീതിയിൽ സ്ത്രീകൾ അതിനെ എന്താക്കി മാറ്റിയിരിക്കുകയാണ്? ഒരു വാളാക്കി മാറ്റിയിരിക്കുകയാണ്. അതൊരു പരിച അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ നിയമങ്ങളെല്ലാം പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്നത്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞ് കേൾപ്പിക്കാനുണ്ട്. ദുരുപയോഗത്തിൻ്റെ ഒരു നിരയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചിലവിന് വാങ്ങിക്കുന്നതിന്
ഒരു കണക്കുമില്ല ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന്. ഈ ഇടയ്ക്കൊരു കോടതി വിധി തന്നെ പറയുകയാണ്, അതായത് ഏത് രീതിയിലെങ്കിലും കടം വാങ്ങിച്ചാലും കൊള്ളാം, മോഷ്ടിച്ചാലും കൊള്ളാം, ഏത് രീതിയിലായാലും ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്തിരിക്കണം. പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് ഹിന്ദു ലോയിൽ പറയുന്നത്, അത് ഹിന്ദു നിയമത്തിൽ പറയുന്നത്. ഒന്ന്, ഹിന്ദു മാരേജ് ആക്ടിൽ 18ാമത്തെ സെക്ഷൻ പറയുന്നുണ്ട്, ജീവിക്കാൻ നിവൃത്തിയുണ്ടെങ്കിലും ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ള ഭാര്യയുടെ അവകാശമാണ്. അവിടെ എടുത്തു പറയുന്നുണ്ട്, ഭാര്യയ്ക്ക് സ്വത്തുണ്ടായിക്കോട്ടെ, ജോലി ഉണ്ടായിക്കോട്ടെ, എന്നാൽ പോലും അത് കൊടുക്കണമെന്നാണ് എവിടെ പറയുന്നത്. അത് ഹിന്ദു അഡോപ്ഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ആക്ടിലാണ് അത് 18ാമത്തെ സെക്ഷൻ പറയുന്നത്. ഹിന്ദു മാരേജ് ആക്ടിൽ, അതായത് ഹിന്ദു വിവാഹ നിയമം പറയുന്നത് 24, 25 പറയുന്നത്, ആർക്കാണോ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് അവർക്ക് വേണം ചെലവിന് കൊടുക്കേണ്ടത്. അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ, 2 പേർക്കും ജീവിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ, ഭാര്യയ്ക്കാണ് ജീവിക്കാൻ നിവൃത്തിയുണ്ടെങ്കിൽ ഭർത്താവിന് ചെലവിന് കൊടുക്കണം. ഇന്ന് നിലവിലുള്ള കോടതി വിധികളെല്ലാം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാം, വിമൻ സെൻട്രിക്കാണ്. അതായത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള വിധികളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ചെലവിന് വാങ്ങിക്കുക, കുട്ടികളെ കാണിക്കാതിരിക്കുക. അതായത് കസ്റ്റഡി പൊതുവെ 5 വയസ്സിനകം പറയുന്നത് അമ്മയ്ക്കാണ്. പക്ഷേ ഇന്നത്തെ കോടതി നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ആരാണോ ഉചിതമായിട്ട് കുഞ്ഞിനെ നോക്കാൻ തയ്യാറുള്ളതും അന്വേഷിക്കണം കോടതി. ആരാണ് അത് ശരിയായിട്ട് നോക്കുന്നത് അവർക്ക് കൊടുക്കുക കുട്ടിയെ. ഇന്ന് പ്രസൻറ്റിൽ എനിക്കൊരു 4-5 കേസുകളുണ്ട്. അതെല്ലാം അമ്മ കുട്ടിയെ നോക്കാൻ തയ്യാറല്ല. എന്തെങ്കിലും ജോലിക്കുന്നവരെ ഏൽപ്പിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക. നമ്മുടെ ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ അവിടുത്തെ മുതിർന്ന ഒരു സെക്യൂരിറ്റി തന്നെ 2 കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് എഞ്ചിനീയറോടെ പോയിരിക്കുകയാണ്. ഒരു കുട്ടിക്ക് കാഴ്ചയില്ലാത്തതാണ്. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതായത് ഈ തന്ന നിയമങ്ങളെല്ലാം ദുരുപയോഗം ചെയ്യുകയാണ്. അതായത് ഒരുപാട് നിയമങ്ങൾ. അതുപോലെ തന്നെ റേപ്പ് കേസിനെ കുറിച്ചായാലും ഓരോ ഉദാഹരണമായിട്ട് പറയാം. ഇഷ്ടംപോലെ കേസുകളാണ്. 32 വർഷമായിട്ട് പീഡിപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ 14 വർഷമായിട്ട് പീഡിപ്പിക്കുകയായിരുന്നു. ആ വാക്കേ തെറ്റാണ്. പീഡനമല്ല അത്. പീഡനമാണെങ്കിൽ എന്തുകൊണ്ട് ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തത്? ഇത്രയും വർഷം അതിൻ്റെ പ്രതിഫലം പറ്റിക്കൊണ്ട് എവിടെയാണോ തെറ്റുന്നത് അപ്പോഴാണ് അത് പോലീസ് കേസായിട്ട് മാറുന്നതാണ്. ഇതിനെല്ലാം ഉപരി പുരുഷന് ഒരു പരാതിയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയാനുള്ള ഒരു അവസരവും ഇല്ല. എന്തുകൊണ്ടില്ലാത്തത്? ഒരു നിയമം പോലും അവർക്ക് ഇല്ല എന്ന് അവരുടെ സങ്കടം ബോധിപ്പിക്കാനായിട്ട്. എൻ്റെ അമ്മാവൻ അനുഭവിച്ച ദുരിതം എന്നെ ചെറുതിലേ തൊട്ട് എൻ്റെ മനസ്സിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ടോപ്പിക്ക് ക്രൂവൽറ്റി എഗൻസ്റ്റ് ഹസ്ബൻഡ്സ് ആൻഡ് നീഡ് ഫോർ ജെൻഡർ ന്യൂട്രൽ ലോ. അതായത് ലിംഗസമത്വം അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. എല്ലാ കാര്യത്തിനും ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ, എല്ലാവരും തുല്യരാണ് നിയമത്തിൻ്റെ മുമ്പിൽ. ആർട്ടിക്കിൾ 14 അതാണ് പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, ഈ ഇന്നത്തെ ഒരുപാട് നിയമങ്ങൾ ആർക്ക് മാത്രം ഫേവറബിളായിട്ടുള്ളതാണ്? സ്ത്രീകൾക്ക് മാത്രം ഫേവറബിളായിട്ടുള്ളതാണ്. പക്ഷെ അതൊരാവശ്യമായിരുന്നു, സ്ത്രീകൾക്കതൊരു ആവശ്യം തന്നെയായിരുന്നു. പക്ഷേ ആ ദുരുപയോഗമാണ് ഇന്ന് സഹിക്കാൻ സാധിക്കാത്തതും അത് മനുഷ്യത്വരഹിതമായിട്ട് മാറിയിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് ഞാൻ കേസും ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു കേസിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെയോ നോക്കിയിട്ടില്ല. വിവാഹത്തിൻ്റെ അന്ന് തൊട്ട് ഹ്യൂമിലിയേഷനും അല്ലെങ്കിൽ ഹരാസ്മെൻറ്റും പീഡനവും തുടങ്ങിയതാണ്. അവസാനം എങ്ങനെയോ ഒരു കുട്ടി ജനിച്ചു. പയ്യൻ്റെ കുടുംബക്കാർക്കും പീഡനം മാത്രമേ ആ വിവാഹത്തിലൂടെ അനുഭവപ്പെട്ടിട്ടുള്ളൂ. അവസാനം സഹിയിട്ട് പയ്യൻ ഡൈവേഴ്സിന്, അതായത് ജോലിക്ക് പോകാൻ പറ്റില്ല, ബാത്റൂമിലിട്ട് പോകുക. ജോലിയിൽ നിന്ന് തിരിച്ചു വന്നാൽ തന്നെ അകത്ത് കയറണമെങ്കിൽ അവരുടെ പ്രയർ പെർമിഷൻ എടുക്കണം. അവർ തുറക്കണം വേണ്ടെന്ന് ആലോചിക്കില്ല. അതൊക്കെ അങ്ങനെ സഹിയിട്ട് പയ്യൻ ന്യായാധികാരക്കാരനാണ്. തിരുവനന്തപുരം വഞ്ചൂർ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അപ്പോഴും എന്താണ് കോടതി ചെയ്തത്? അവരൊരു പെറ്റീഷൻ കൊടുത്തു. അതായത് നിയമം അനുവദിക്കുന്നുണ്ട് പെൺകുട്ടി എവിടെയാണോ അവിടേക്ക് കേസ് മാറ്റിക്കൊടുക്കാൻ. അതായത് ഈ പയ്യൻ അതോടൊപ്പം പയ്യന് സ്വത്തുക്കളൊന്നുമില്ല. പയ്യൻ്റെ മാതാപിതാക്കളുടെ സ്വത്ത് അറ്റാച്ച് ചെയ്തിരിക്കുകയായിരുന്നു. അവസാനം ഒരു ദിവസവും കേസിൻ്റെ എണ്ണം കൂടുന്നു. പയ്യന് ജോലിക്ക് പോകാൻ, എനിക്കത് വക്കാലത്ത് ഒഴിഞ്ഞു വന്ന കേസാണ്, വേറൊരു വക്കീലിനായിരുന്നു.
കാര്യം എന്ന് വെച്ചാൽ എന്നും കോടതിയിൽ വന്നാൽ പ്രൊബേഷൻ പീരീഡാണ്, അത് ജോലിയെ ബാധിക്കും. അതുകൊണ്ട് ഞാൻ ആ കേസ് ഏറ്റെടുത്തു. അവസാനം ആ കേസ് 4 ഉണ്ടായിരുന്നു. ഒത്തുതീർപ്പാക്കിയത് 25 ലക്ഷമാണ് ആ പെൺകുട്ടി വാങ്ങിച്ചിരിക്കുന്നത്. അതായത് ആ 25 ലക്ഷം കൊടുക്കാൻ ആ പയ്യൻ ഒരു വീട്, അമ്മയുടെ ഒരു വീട് വിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ പെൺകുട്ടി എന്ന് പറഞ്ഞാലോ, വൈഫ് എന്ന് പറഞ്ഞാലോ, എറണാകുളത്തുള്ള ഒരു വലിയ തറവാട്ടിലെ പെൺകുട്ടിയാണ്. അപ്പം നിയമങ്ങൾ അനുകൂലമായത് കൊണ്ട് മാത്രമാണല്ലോ അങ്ങനെ ചോദിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായതും, അതുപോലെ ആ അറ്റാച്ച്മെൻറ്റ് ഇടുന്നതും അറ്റാച്ച്മെൻറ്റ് ഓർഡർ കൊടുക്കുന്നത്, അതായത് വസ്തുവകളെല്ലാം അറ്റാച്ച് ചെയ്ത് ഇടുക എന്നുള്ളത്. അതുകൊണ്ട് ക്രയവിക്രയം നടക്കില്ല. അവിടെ ഒരുപാട് അതിൻ്റെ പുറകിൽ ഒരുപാട് ദയ അറിയിക്കുന്ന കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അതായത് ആ പയ്യൻ്റെ അനിയൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ വേണ്ടി വരുന്ന ചിലവ് വരുന്ന ഒരു അസുഖമാണ്, റയറായിട്ടുള്ള. അതിനെ പോലും ഒരു വസ്തു വിറ്റ് സഹായിക്കാൻ പറ്റിയില്ല. അങ്ങനെ 25 ലക്ഷം വാങ്ങിച്ചിട്ടാണ് ഡൈവേഴ്സ് ചെയ്ത പയ്യൻ മോചിതനായത്. പയ്യൻ കറക്റ്റായിട്ട് കൊടുക്കും. പക്ഷേ ആ ചിലവിന് കൊടുക്കുന്ന പൈസ ഈ അടുത്ത കാലത്ത് കണ്ടതാണ്, വക്കീൽ വാങ്ങിച്ച് പോക്കറ്റിലിട്ടുകൊണ്ട് പോയി. രണ്ടാമതായിട്ട് ഒരു 3-4 കേസ് ഞാൻ ചെയ്തതിൽ കുട്ടിയുടെ ചിലവിനുള്ള പൈസ വാങ്ങിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. പക്ഷേ കുട്ടിയെ അച്ഛനെ കാണിക്കുകയോ അച്ഛന് കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയോ അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴ് ആ പ്രൊവിഷൻ കൂടെ എഴുതിയാണ് കോടതി ഉത്തരവിടുന്നത്. ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന തീയതികളിൽ കാണാനുള്ള അവസരം അച്ഛന് കൊടുക്കണം എന്ന് കോടതി ഉത്തരവിടുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ കോൾ ചെയ്യാനുള്ള പ്രൊവിഷൻ കോടതി അനുവദിക്കുന്നുണ്ട്. പക്ഷേ കുട്ടിയെ അച്ഛൻ വിളിക്കുമ്പോൾ കുട്ടി ഒന്നുകിൽ ഇരുട്ട് മുറിയിൽ കുഞ്ഞിൻ്റെ മുഖം കാണരുത്, ഇരുട്ട് മുറിയിൽ കയറ്റി നിർത്തി കുഞ്ഞിൻ്റെ വാ നിറച്ച് ആഹാരമായി വെച്ചു കൊടുക്കുക. അപ്പം അച്ഛനോട്ട് കുട്ടിയെടുത്ത് സംസാരിക്കാനും പറ്റില്ല, അതുപോലെ തന്നെ കുട്ടിയെ കാണാനും സാധിക്കില്ല. കസ്റ്റഡി, അതായത് അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശമാണ് കുട്ടികളിൽ. അപ്പോൾ എന്താണ് കോടതി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആരാണോ അതോടൊപ്പം ആരാണോ കുട്ടിയെ നന്നായിട്ട് നോക്കുന്നത് അവർക്ക് വിട്ടുകൊടുക്കുക, അതിനൊരു അന്വേഷണം നടത്തുക. കുട്ടിയുടെ വെൽഫെയറാണ് അല്ലെങ്കിൽ കുട്ടിയുടെ നന്മയാണ് കോടതിയുടെയും എല്ലാ നിയമങ്ങളുടെയും ലക്ഷ്യം. അതുകൊണ്ട് അതും പ്രത്യേക പരിഗണന ഈ പുരുഷ കമ്മീഷനിലൂടെയും അതുപോലെ തന്നെ ഒരു നിയമം ലിംഗ സമത്വം പാസ്സാക്കി പുരുഷനും സ്ത്രീകൾക്കൊപ്പം തന്നെ കുട്ടികളെ കാണാനും അവരെ താലോലിക്കാനും വളർത്താനും. ഒരുപാട് കേസുകളാണ് അച്ഛൻ വന്നിരുന്നു കരയുന്നത്, വിദേശത്ത് പോയിട്ട് അറിയിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് വേറൊരു കേസിൽ വലിയൊരു ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറിയിൽ. അതായത് അച്ഛൻ കുട്ടികളെ കാണാൻ വന്നപ്പോൾ 2 പെൺകുട്ടികളാണ്. അച്ഛൻ വെച്ച വീട് സർവ്വസാമഗ്രികളും അച്ഛൻ ഉണ്ടാക്കി കൊടുത്തതാണ്. അച്ഛൻ അവിടെ സ്ഥാനമില്ലെന്ന് വന്നപ്പോൾ അച്ഛൻ ഒരു ചെറിയ 5000 രൂപയുടെ വീട് വാടകയ്ക്കെടുത്ത് താമസമായി. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം മക്കളെ കാണണമെന്ന് തോന്നി. വീട് വരെ വന്നപ്പോൾ ഉണ്ടായ ദുരനുഭവം, അമ്മ അതായത് വൈഫ് വീട്ടിൻ്റെ മേളിൽ നിന്ന് പറയുകയാണ്, എന്തോ ഒരു വല്ലാത്ത നാട്ടമല്ലോ, വീട്ടിൽ ശവം നാറുന്ന പോലെ ഇരിക്കുന്നല്ലോ. താഴെ അച്ഛൻ ഇരിക്കുകയാണ്. അപ്പം അച്ഛൻ്റെ മാനസികാവസ്ഥ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ നിയമങ്ങളും വേണം, പക്ഷെ അത് ദുരുപയോഗം ചെയ്താൽ ഇത് സ്ത്രീകൾക്ക് തന്നെ വളരെയധികം ദോഷം തന്നെ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഇപ്പോഴത്തന്നെ സുപ്രീം കോടതി പറയുന്നുണ്ടായിരുന്നു, ഏറ്റവും വലിയ വില്ലത്തി പെൺകുട്ടിയുടെ അമ്മയാണ്. അതായത് എല്ലാം തീരുമാനം എടുക്കുന്നത് ആരാണ്? പെൺകുട്ടിയുടെ അമ്മയാണ്. ഇപ്പോൾ ഒരു 2 കേസ് എനിക്കുള്ളത്, ഒന്ന് ബോംബെയിലെ ഒരു ഡോക്ടർ ആണ്, ഹസ്ബൻഡ് ഡോക്ടറാണ്, വൈഫും ഡോക്ടറാണ്. പക്ഷേ ആ പയ്യന് ഇവിടുന്ന് അങ്ങ് ബോംബെയിലെ പെൺകുട്ടിയുടെ കൂടെ അവിടെ ചെന്നു, ഫ്ലാറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ താമസമായി. പക്ഷേ അമ്മയാണ് എന്ത് സംസാരിച്ചാലും ഇടപെടുന്നതും എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതും പെൺകുട്ടിയുടെ അമ്മയാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞത്, ഒരു വിധിയിലൂടെ പറയുന്നുണ്ട്, പെൺകുട്ടിയുടെ അമ്മമാരാണ് ഇപ്പോൾ പുതിയ വില്ലത്തികൾ. ഇതുപോലെ ഏറെ കേസുകളുണ്ട്. അതായത് ഒരുവിധം പ്രശ്നങ്ങൾ എല്ലാ ദാമ്പത്യ ജീവിതത്തിലും കാണും. അതെങ്ങനെയാണ്? അത് പല രീതിയിലും അത് ഒത്തുതീർന്ന് തീർപ്പ് കൽപ്പിച്ച് പോകാനാണ് ശ്രമിക്കേണ്ടത്. പണ്ട് നാട്ടുകൂട്ടവും പഞ്ചായത്തും ഒക്കെ ഇടപെട്ടാണ് ഇതൊക്കെ തീർപ്പ് കൽപ്പിച്ചിരുന്നത്. ഇപ്പോൾ കോടതിയിലേക്ക് വരികയാണ്. വക്കീലന്മാർക്ക് ഒരു ചിന്തയുണ്ട്, എങ്ങനെയും കേസുകൾ നീണ്ടുപോയാൽ അത്രയും ഫീസ് കിട്ടുമല്ലോ. കുടുംബ കോടതികളെ നിലനിൽക്കുന്നത് ഒന്നിപ്പിക്കാനാണെന്ന് പറയുന്നെങ്കിലും അതൊരു വാസ്തവമല്ല. പലപ്പോഴും കേസ് നീണ്ടുപോകുന്നതിനാണ്
താല്പര്യം വക്കീലിന്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവാണ് കൂടെ ഇറക്കുന്നത്. 2022 ശേഷമുള്ള കേസ് അല്ല, 2022, 23 വരെയുള്ള കേസുകൾ തീർപ്പാക്കാന്ന് പറഞ്ഞ് ഉത്തരവ് കൂടെ വരുന്നുണ്ട്. അങ്ങനെ പലതും തീർപ്പ് കൽപ്പിക്കാറുണ്ട്. പക്ഷേ ഒരുപാട് ഇതെല്ലാം ഇതിൻ്റെ ദുരിതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പുരുഷന്മാരാണ്. കാര്യം സ്ത്രീയുടെ സ്ഥലത്തേക്കാണ് കേസ് മാറ്റി കൊടുക്കുന്ന, പുരുഷൻ ഫയൽ ചെയ്താലും. അപ്പോൾ പുരുഷന് കഷ്ടപ്പെട്ടാൽ മതി. അതുപോലെ തന്നെയാണ് ചെലവിന് കൊടുക്കാൻ 1-2 മാസം മുടങ്ങിയാൽ തന്നെ കോടതിയിൽ കണ്ട കാഴ്ചയാണ് സമ്മൻസ് അയച്ചിട്ട് ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക, ജയിലിൽ അടയ്ക്കുക. എത്ര താഴ്ന്നു എന്ന് പറഞ്ഞാലും ഒരു സമയം പോലും ശാലം വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തിട്ടില്ലാത്ത കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്ത്രീകളാണ് എല്ലാം അത് ദുരിതം അനുഭവിക്കുന്നതും എന്താ പറയുക ഒരുപാട് ത്യാഗം സഹിക്കുന്നതും. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത്തെ അതെല്ലാം മാറി. നിയമങ്ങളെല്ലാം തുല്യമായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനപ്പുറം തുല്യമായിട്ടെന്ന് പറഞ്ഞാൽ തൊഴിലിൽ തുല്യവേതനം, അതുപോലെ തന്നെ കൂടുതൽ നിയമങ്ങളും സ്ത്രീകൾക്ക് വേണ്ടിയാണ് പാസ്സാക്കിയിട്ടുള്ളത്. പക്ഷേ പുരുഷന് വേണ്ടി ഒരു നിയമം പോലും ഇന്ന് നമുക്ക് ഇന്ത്യയിൽ നിലവിലില്ല. അതുകൊണ്ടുള്ള ദോഷം എന്ന് പറഞ്ഞാൽ അവർക്കൊരു കേസ് പോലും പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ പരാതിപ്പെടാൻ നിവൃത്തിയില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന കേസുകൾ ഭാര്യമാരാണ് ഭർത്താക്കന്മാരെ ഉപദ്രവിക്കുന്നത്, ഒരുപാട് ഉപദ്രവിക്കുന്നത്. ആ ഒരു 3-4 കേസുകൾ ഇപ്പം അമ്മമാർ കണ്ടുകൊണ്ട് ഏത് പ്രസവിച്ച അമ്മയ്ക്കാണ് ദുഃഖം തോന്നാതെ മകനെ അടിക്കുന്നുണ്ടാൽ അപ്പം ഉടനെ എന്ത് ചെയ്യുകയാണ്, ഭീഷണിയാണ്. ഞാൻ പോവുകയാണ് എൻ്റെ വീട്ടിലേക്ക്, കുട്ടിയെ എടുത്തുകൊണ്ട്. അതായത് മിക്ക അച്ഛന്മാർക്ക് എന്തായിരിക്കും, കുട്ടി ഒരു കലങ്ങുന്നതായിരിക്കും. അതിലേക്കൂടെ മുതലെടുത്താണ് ഭീഷണിപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നത്, അതായത് അവളുടെ വീട്ടിലേക്ക് പോകുന്നത്. ഒരുപാട് അതായത് നിയമങ്ങൾ ഒരുപാടെണ്ണം ഉണ്ട്. അതായത് കാര്യകാരണം കൂടാതെ വേർപെട്ട് പോയാൽ അതിന് കേസ് കൊടുക്കാം, ഒന്നിച്ച് താമസിക്കാൻ. എല്ലാം വകുപ്പുകളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഇന്നത്തെ പ്രായോഗികമായിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ കോടതികളിലും സമൂഹത്തിലും കണ്ടുവരുന്നത് ആ പുരുഷനാണ്. യാതൊരു സംശയമില്ല. ആത്മഹത്യ നിരക്ക് ഇതിൽ കാണുന്ന ഈ ഫോട്ടോകൾ പുരുഷൻ്റെ ആത്മഹത്യയാണ്. ദീപക്കും അതുപോലുള്ള ഒരുപാട് പേരുടെ ആത്മഹത്യകളാണ് ഈ കാണുന്നത്. ഇതിന് പിന്നിൽ ഒരുപാട് സ്ത്രീകളുടെ കൈയുണ്ട്. ഈ അടുത്ത ദിവസം ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ വോയിസ് ട്രിവാൻഡ്രത്താണ്. അതായത് വിവാഹം കഴിഞ്ഞു, നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നു, ഹോട്ടൽ ബിസിനസ് ആയിരുന്നു. പാർട്ട്ണറുടെ കൂടെ അവൾ ഭാര്യ പോവുകയും അമിതമായ കടം, 1 കോടിയിൽ കൂടുതൽ കടമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു നിവൃത്തിയുമില്ല എനിക്ക് കൊടുക്കാൻ, ആത്മഹത്യയല്ലാതെ വേറൊരു പോംവഴിയില്ല എന്ന് പറഞ്ഞ് എഴുതിയും വെച്ച് വോയിസ് റെക്കോർഡും ചെയ്തതിന് ശേഷമാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ പുരുഷന്മാർക്ക് നീതി ലഭിക്കാനായിട്ട് പ്രത്യേകിച്ച് ഈ കുടുംബപരമായിട്ടുള്ള ഗാർഹികപരമായിട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ കുട്ടികളുടെ കസ്റ്റഡി, ചെലവിന് കൊടുക്കുന്നത്, റേപ്പ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ പുരുഷന് നീതി കിട്ടാത്തക്കവണ്ണം ഒരു നിയമവും ഇന്ന് നിലവിലില്ല. അതുകൊണ്ട് ഇന്ന് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് 498A എന്നുള്ള IPCയിലെ വകുപ്പ് 2 പേർക്കും തുല്യമാക്കുക. അല്ലെങ്കിൽ ഒന്നുകിൽ ഭേദഗതി ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 2 പേർക്കും പുതിയൊരു നിയമം കൊണ്ടുവരിക, തുല്യ നിയമം. ആരെയാണോ പീഡിപ്പിക്കുന്നത് അത് സ്പൗസ് ആരെയായി, വൈഫിനാണെങ്കിൽ ഭർത്താവിന് ശിക്ഷ കൊടുക്കുക. ഭർത്താവാണ് പീഡിപ്പിച്ചതെങ്കിൽ ഭർത്താവിൻ്റെ ആൾക്കാരും, തിരിച്ച് ഭർത്താവിനെയാണ് ഭാര്യയുടെ ആൾക്കാരും പീഡിപ്പിക്കുന്നതെങ്കിൽ തിരിച്ച് അതേമാതിരി ശിക്ഷ ആർക്കും കൊടുക്കണം. ഭാര്യയ്ക്കും ഭാര്യയുടെ വീട്ടുകാർക്കും കൊടുക്കുക. ഗാർഹിക പീഡനത്തിലും അത് തന്നെ കൊണ്ടുവരിക. അതുപോലെ തന്നെ ചെലവിന് കൊടുക്കുന്ന കാര്യത്തിലും ഇന്ത്യയുടെ അതായത് ഹിന്ദു മാരേജ് ആക്ടിൽ, ഹിന്ദു വിവാഹ നിയമത്തിൽ മാത്രമേ പറയുന്നുള്ളൂ. സെക്ഷൻ 24, 25 പറയുന്നുണ്ട്, ആർക്കാണോ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് അവർക്ക് കൊടുക്കുക. അത് ഭാര്യയ്ക്കാവാം, ഭർത്താവിനാവാം. ആ ഒരു വ്യവസ്ഥ ഉണ്ടെന്നുള്ളത് പോലും ആർക്കും അറിഞ്ഞുകൂടാ. അതൊട്ട് കോടതികളിൽ ഒരു പുരുഷനും എനിക്ക് ചെലവിന് വേണമെന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുമില്ല. കോടതികൾക്ക് എന്തുണ്ട്, തീരുമാനമെടുക്കാനുള്ള അവകാശമുള്ളതുകൊണ്ട് അവരവരുടെ തോന്നുന്ന പോലെയാണ് ഒരേപോലത്തെ കേസുകൾക്ക് പല കോടതികളും തീരുമാനമെടുത്തിരിക്കുന്നത്. കോടതിക്ക് ഡിസ്ക്രിഷണറി പവറുണ്ട്.
അപ്പം ഇന്നിപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അതായത് പൊതുയോഗം മെൻസ് ഇൻഡിപെൻഡൻ്റ് അസോസിയേഷൻ്റെ ആണ്. അതിൽ പുരുഷ കമ്മീഷൻ രാജ്യസഭയിൽ വേണമെന്ന് ഫയൽ ചെയ്തിട്ടുണ്ട്, ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. പാസ്സായാൽ ഒരു പുരുഷ കമ്മീഷൻ വരികയും അതോടൊപ്പം എല്ലാവരുടെയും പരിശ്രമത്താൽ ഒരു ജെൻഡർ ന്യൂട്രൽ ലോ, അതായത് ലിംഗഭേദമില്ലാതെ ഒരു നിയമം ഇവിടെ ഇന്ത്യയിൽ അത്യന്താപേക്ഷിതമാണ്. എന്നാൽ മാത്രമേ പുരുഷന്മാരുടെ ആത്മഹത്യ നിരക്ക് കുറയുകയുള്ളൂ. അതോടൊപ്പം പല പുരുഷന്മാരും ജോലിയിൽ നിന്ന് രാജിവെക്കുന്ന സ്ഥിതിവിശേഷം ഞാൻ കണ്ടുവരുന്നുണ്ട് കോടതികളിൽ. അതായത് ചെലവിന് കോടതി എത്ര നിശ്ചയിക്കുന്നതിന് പരിധിയില്ല. അതായത് 2 കേസിലിപ്പം 6 കോടി രൂപയാണ് കൊടുക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം മാറണമെങ്കിൽ തുല്യ നീതി, ലിംഗഭേദമന്യേ നിയമങ്ങൾ ഒന്നുകിൽ പുതിയ നിയമം കൊണ്ടുവരിക, അല്ലെങ്കിൽ DV ആക്ട് അമെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ IPCയിലെ 498 498 അതിലും ഭേദഗതി വരുത്തി തുല്യത നടപ്പിലാക്കിയാൽ മാത്രമേ പുരുഷന്മാർക്ക് നീതി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ആത്മഹത്യാ നിരക്ക് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പലരും ജോലി തന്നെ രാജിവെക്കുന്നുണ്ട്. ജോലി ഉണ്ടെങ്കിലല്ലേ എൻ്റെ ഇത്രയും തുകകൾ ചെലവിന് വാങ്ങിക്കുള്ളൂ എന്നുള്ള മനോഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ട നടപടികളെന്ന് പറഞ്ഞാൽ, ഒന്ന്, അവർക്കും ഹെൽപ്പ് ലൈൻ കൊണ്ടുവരിക. അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഇന്നിപ്പോൾ ഒരു 5-6 കേസിൽ ആരും ഉപദ്രവിച്ചിരിക്കുന്നത്, മുഴുവനെല്ലാം പൊള്ളിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടോണ്ട് അമ്മ കയറുന്നു. അങ്ങനെ ഒരുപാട് ദേഹോപദ്രവം. ഏറ്റവും കൂടുതൽ അവർക്കുണ്ടാകുന്നത് മാനസിക പീഡനമാണ്. സമൂഹം ഒരിക്കലും പുരുഷനൊരു സങ്കടം, അവർക്ക് കണ്ണീരില്ല, സങ്കടമോ പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ അവരെ കളിയാക്കും, നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. ആ ചിന്താഗതി മാറണം. ആര് തെറ്റ് ചെയ്താലും, പുരുഷനായാലും ശരി സ്ത്രീ ആയാലും ശരി, തെറ്റ് ചെയ്താൽ തെറ്റാണ് എന്നുള്ളൊരു വ്യവസ്ഥയിലേക്ക് സമൂഹവും രാജ്യവും മാറേണ്ടിയിരിക്കുന്നു. നിയമവ്യവസ്ഥയും അതിനനുസരിച്ച് മാറ്റിയേ മതിയാവൂ. അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സിലെ എങ്ങനെയാണ് കുടുംബം നയിക്കേണ്ടത്. ഈ വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? നല്ലൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ഒരു തൊഴിലും ആരും നേടുന്നതില്ല. ഒരു കുടുംബം നയിക്കാനായിട്ട് ഒരു കുട്ടിക്ക് അറിഞ്ഞുകൂടാ. അതെല്ലാം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മ തന്നെയാണ് 100%. എങ്ങനെ ഈ ജീവൻ കിട്ടി, മനുഷ്യജീവൻ ഇത്ര നന്നായിട്ട് കിട്ടി എന്നുള്ള അതിൻ്റെ വില കുട്ടികളായാലും അവരുടെ പാഠപുസ്തകത്തിലൂടെ അവരെ മനസ്സിലാക്കാനുള്ള സാഹചര്യം, എത്രയോ ജന്മം പുഴു അങ്ങനെ പല ജന്മം എടുത്തതിന് ശേഷമാണ് മനുഷ്യജന്മം കിട്ടുന്നതെന്നും ആ മനുഷ്യജന്മം നിങ്ങൾക്ക് തോന്നുന്ന പോലെ നശിപ്പിക്കാനുള്ള അല്ലെന്നും അവർ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. ഒരു 6ാം ക്ലാസ് തൊട്ടേ അവർക്ക് ടേസ്റ്റുള്ള തൊഴിൽ പഠിപ്പിക്കുകയും 2 പേർക്കും തൊഴിലുണ്ടെങ്കിൽ തന്നെ ഏറെക്കുറെ കുടുംബത്തിലെ ദുരിതങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. പ്രേമവിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രേമം വയറുവിശക്കുന്ന വരെയുള്ളെന്ന് പറയും. ശരിയായ ഒരു തൊഴിൽ പുരുഷനില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ആ ബന്ധം തകർന്നു പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ കോടതിയിൽ കാണാൻ പറ്റുന്നത് കൂടുതലും സമ്പത്തിനെ ചൊല്ലിയുള്ള തർക്കവും അതിനെ സംബന്ധിച്ചുള്ള കാലതാമസവും വിധി വരാനായിട്ടുള്ളതാണ് കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ പുരുഷന്മാർക്കും സ്ത്രീകളോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും തുല്യമായിട്ടുള്ള നീതി വ്യവസ്ഥ ഉണ്ടായേ പറ്റുള്ളൂ. അവർക്ക് ഹെൽപ്പ് ലൈനും മറ്റ് സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുക, അവരുടെ പരാതികൾ കേൾക്കാനും അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും എത്രയും പെട്ടെന്ന്. ഇല്ലെങ്കിൽ നമ്മളുടെ പുരുഷന്മാരുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുകയും അതുപോലെ ദുരിതങ്ങൾ കൂടുകയും ചെയ്യുന്നത്. മറ്റുള്ള ദോഷവശങ്ങളിലേക്ക് അവർ പോകാനും സാധ്യതയേറുന്നുണ്ട്. ഇതിലുപരി വേറെ ഒരു സംഭവം കൂടെ കേസ് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കിയത്, ഇപ്പോഴും വയസ്സാകുമ്പോൾ ഒരു സ്ത്രീക്കും ഇന്ന് പുരുഷന് വേണ്ട എന്നുള്ളൊരു മനോഭാവം
വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനും കോടതി ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും കുറച്ചൊന്ന് കുറവുണ്ട്. ഇപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് വിവാഹമോചനം നേടുക, അവർക്ക് ഒറ്റയ്ക്ക് കഴിയുക. വാർദ്ധക്യത്തിൽ പുരുഷന്മാർ ആരോഗ്യമില്ലാതെ ഒരു 5-6 മരണം കഴിഞ്ഞ് 5ഉം 6ഉം 4 ദിവസം കഴിഞ്ഞിട്ടാണ് അയൽക്കാർ പത്രം വെളിയിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് നോക്കുമ്പോൾ അന്വേഷിച്ച കഥവ് പൊളിച്ച് നോക്കുമ്പോൾ മരിച്ചു കിടക്കുകയാണ്. എത്ര വർഷമായിട്ട് ഭാര്യ ഇട്ടിട്ട് പോയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ട് സമ്പാദിച്ച് ഭാര്യയുടെ പേരിലെല്ലാം കൊടുത്തിട്ട് നാട്ടിൽ വരുമ്പോൾ ഭാര്യയ്ക്ക് മക്കൾക്കൊന്നും ഭർത്താവിനെ വേണ്ട. എത്രയോ പുരുഷന്മാർ തൂങ്ങി മരിക്കുന്നുണ്ട്, കായലിൽ ചാടി മരിക്കുന്നുണ്ട്, ട്രെയിനിന് മുമ്പിൽ ചാടുന്നുണ്ട്. അത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതും ശരിയായിട്ടുള്ള സത്യവുമാണ്. അതുപോലെ തന്നെ കള്ളക്കേസുകൾ ഫയൽ ചെയ്യുമ്പോൾ കോടതി എന്താണ് ചെയ്യുന്നത്? ഏതൊരു കേസ് ഫയൽ ചെയ്താലും ആദ്യം അന്വേഷിക്കേണ്ടത് അത് ശരിയാണോ തെറ്റാണോ എന്നാണ്. തെറ്റായ കേസാണെങ്കിൽ അത് ഡിസ്മിസ് ചെയ്യുന്നതോടൊപ്പം ഫയൽ ചെയ്തവർക്ക് അതിനുള്ള ശിക്ഷയും പെനാൽറ്റി വിത്ത് ഫൈൻ കൊടുത്തേ മതിയാവൂ. എന്നാൽ മാത്രമേ ഇതൊക്കെ കുറയുകയുള്ളൂ. ഇതോടൊപ്പം ഇതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.